അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഴയോട് കൂടെ ഇടിമുഴക്കവും മിന്നലും എല്ലാം ഇത് മൂന്നും കൂടി ഒന്നിച്ച് സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം. മഴയുണ്ട്, നമ്മൾ കാണുന്ന സ്വപ്നത്തിൽ നല്ല മഴയുണ്ട്, അതുപോലെ തന്നെ അതോടൊപ്പം ഇടിമുഴക്കമുണ്ട്, മിന്നലുമുണ്ട്. ഇത് മൂന്നും കൂടെ ഒരുമിച്ച്, ഇടിമുഴക്കം മാത്രമാണ് കാണുന്നതെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനം നമ്മൾ പറഞ്ഞു പോയി. ഇതങ്ങനെയല്ല, ഇത് മൂന്നും ഒന്നിച്ചാണ്. ഇത് മൂന്നും ഒന്നിച്ച് ഒരാൾ സ്വപ്നത്തിൽ കാണുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനത്തെ പറ്റിയിട്ട് മഹാനായ ഇമാം ഷെയ്ഖ് നാബൽസി അബ്ദുൽ ഗനി നാബൽസി റഹിമഹുല്ലാഹ് അവിടുത്തെ തഅ്തീറുൽ അനാം ഫി തഅബീരിൽ മനാം എന്ന് പറയുന്ന കിതാബിൻ്റെ 212 പേജിലായിട്ട് പറയാണ്, വറഅദു വൽ ബർഖു വൽ മത്തറു, ഉണ്ടോ, മഴ, ഇടിമുഴക്കം, അതുപോലെ തന്നെ മിന്നൽ ഒക്കെ, ഇതെല്ലാം പാടെ ഒരാൾ കാണുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഒരു യാത്രക്കാരനാണ് സ്വപ്നം കാണുന്നതെങ്കിൽ ഓൻ്റെ യാത്രയിലാണ്. യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ഒരു യാത്ര ഇങ്ങനെ പോവുകയാണ്, എന്നിട്ട് ആ യാത്രയിലാണ് അവന് സ്വപ്നം കാണുന്നതെങ്കിൽ അതിനൊരു വ്യാഖ്യാനം മാറും. അതുപോലെ തന്നെ അവൻ നാട്ടിൽ, സാധാരണഗതിയിൽ നാട്ടിലായിട്ട് തന്നെയാണ് സ്വപ്നത്തിൽ കാണുന്നത് എന്നാണെങ്കിലും വ്യാഖ്യാനം മാറും. ഖൗഫുൽ മുസാഫിരി, ഉണ്ടോ, യാത്രക്കാരനൊക്കെ അത് ഭയമാണ്, അവനക്ക് എന്തൊക്കെ ഒരു ഖൗഫ്, ഒരു ഭയം, ഒരു പേടിയെ അറിയിക്കുന്നു എന്നാണ് പറയുന്നുള്ളൂ. നേരെ മറിച്ച് നാട്ടിലുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ ത്വമഉൽ മുഖീം, നാട്ടുകാരനക്ക്, നാട്ടിലുള്ള ഒരാളായിട്ടാണ്, യാത്രയിലൊന്നുമല്ല അവൻ കാണുന്നത്, നാട്ടിലുള്ളവനായിട്ട് തന്നെ കാണുന്നെങ്കിൽ എന്തൊരു പ്രതീക്ഷ, അവനക്ക് കരസ്ഥമാകേണ്ട ഒരു കാര്യം അത് കരസ്ഥമാകുമെന്നതിലേക്ക് ഒരു പ്രതീക്ഷ വരുന്നു. നമുക്കുണ്ടാവില്ല, പ്രതീക്ഷയുണ്ട് എന്ന് പറയല്ലോ. അപ്പോൾ ഇത് മൂന്നും സ്വപ്നം കാണുമ്പം നാട്ടുകാരനാകുമ്പോൾ ഒരു വ്യാഖ്യാനം മാറുന്നു. കാണുന്നത് മൂന്നും ഒരേ രൂപത്തിൽ തന്നെയാണെങ്കിലും അത് കാണുന്ന വ്യക്തിയുടെ ക്വാളിഫിക്കേഷൻ നോക്കിയിട്ടാണ് അതിൻ്റെ വ്യാഖ്യാനങ്ങൾ പോകുന്നത്. അപ്പോൾ നാട്ടിലുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ അവനക്ക് കുഴപ്പമില്ല, അതുകൊണ്ട് ഒരു നല്ലൊരു സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം എന്ന് പറയാൻ പറ്റും. മുസാഫിറാണ് എന്നുണ്ടെങ്കിൽ ഇച്ചിരി ഒരു പേടിയൊക്കെ അതിൽ വരുന്നുണ്ട് എന്നർത്ഥം കേട്ടോ.